ദൈവനാമം മഹത്വപ്പെടുവാനും പിശാച് ലജ്ജിപ്പാനും ഈ എളിയവന് മാന്യത ലഭിക്കാനും ഈ രാത്രികാലം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ല, ഈ അതിരാവിലെ സമയം 1 മണി കഴിഞ്ഞ സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ പകലോ രാത്രിയോ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നത്, ഈ ശബ്ദം കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു ശിശു ജനിച്ചു. ആ ശിശു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് ജനിച്ചത്. ആ ശിശുവിൻ്റെ ജനനം എപ്രകാരമായിരുന്നു എന്ന ഒരു ചിന്ത പ്രിയ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, കുട്ടികളോട് അറിയിക്കുക എന്ന ഒരു കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് ആ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുകയും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. മുൻകൂട്ടി പ്രവാചകന്മാർ മുഖേന പിതാവാൻ ദൈവം അറിയിച്ച ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ ആദ്യമേ ഒരു കാര്യം, എൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യം പറയട്ടെ. പലരും ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കാവൂ എന്നോ അത് ഒരു മതമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുന്നതാണ് യഥാർത്ഥ ഒരു ദൈവ പൈതലായിത്തീരുന്നത്. മനസ്സ്, നിങ്ങളുടെ എൻ്റെ മനസ്സ് എപ്പോൾ രൂപാന്തരപ്പെടുന്നു? അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ആ ദൈവം, ഈ സ്വർഗം കർത്താവിൻ്റെ സിംഹാസനം, ഭൂമി കർത്താവിൻ്റെ പാദപീഠം, ഇത്രയും വലിപ്പമുള്ള ദൈവം ഒരു കണ്ണാടിക്കൂട്ടിലോ വേറൊരിടത്തോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെയും നിങ്ങളെ ഹൃദയവാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മോടുകൂടെ. അത് എങ്ങനെ, ഒന്നുകൂടി വായിക്കട്ടെ. കന്യക ഗർഭിണിയായി, അതിൻ്റെ 1:22 ബൈബിള് നോക്കിയാൽ ഇപ്പോൾ മൊബൈലിലും എല്ലാം ബൈബിളും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ബൈബിളുള്ളവർ ബൈബിൾ എടുത്ത് നോക്കുക, അല്ലെന്നുള്ളവർ ബൈബിളില്ലാത്തവർ മൊബൈലിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ നോക്കുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ നോക്കുക. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ആ ഹൃദയമാകുന്ന വാതിൽ ഒന്ന് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി നമ്മളിൽ വസിപ്പാനിടയാവും. ഒരു സിമ്മ് BSNL സിമ്മാണെങ്കിൽ ആ സിമ്മ് അതിൻ്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ ഉള്ളതുപോലെ ആ ദൈവം നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവത്തിൻ്റെ ജ്ഞാനം, ആ ദൈവത്തിൻ്റെ ബുദ്ധി, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, ദേവാതിദേവൻ എന്നുവേണ്ട പലവിധ വ്യാഖ്യാനങ്ങൾ ആ സർവശക്തനായ കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയും. ആ കർത്താവാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ജനനം എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ 1:18 മുതൽ വായിക്കുമ്പോൾ യോസഫിന് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കുക. അഡ്വാൻസായിട്ട് ഞാൻ പറയട്ടെ. എന്തോന്നാണ്? പരിശുദ്ധാത്മാവിനാൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധാത്മാവിനാലാണ് എന്ത് ചെയ്യുന്നത്? കന്യകയായ മറിയ എന്ന
കന്യകയായിരുന്ന വ്യക്തിയുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ശിശു ജനിക്കുന്നത്. ആ ശിശു ജനിക്കുമ്പോൾ ആ കന്യകയായ മറിയത്തിന് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ വ്യക്തിയുടെ പേരാണ് ജോസഫ്. ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ ജോസഫിൻ്റെ ഇവിടെ 2-3 ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. അതിന് ആധാരമായി താഴോട്ട് വായിച്ചു വരാം. മത്തായി 1:18 മുതൽ താഴോട്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണം ആയിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹ നിശ്ചയം ചെയ്യിക്കപ്പെട്ട ശേഷം, മനസ്സിലായോ? യോസഫുമായി വിവാഹ നിശ്ചയം ചെയ്യിക്കപ്പെട്ട ശേഷം, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്ന് ഇന്നത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കലാപരിപാടികളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഗെറ്റ് ടുഗദർ, അത് ഇത് മറ്റേത് മറിച്ചത്. അപ്പോൾ ഗെറ്റ് ടുഗദറൊക്കെ നടക്കേണ്ട ആ സാഹചര്യത്തിലാണ് ഇവിടെ കന്യകയായ മറിയം എന്തായത് ഗർഭിണിയായെന്ന് ജോസഫ് അറിയുന്നത്. ആലോചിച്ച് നോക്കിയ ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളൊന്ന് വന്ന് നോക്കാം. എന്നിട്ട് വിവാഹ നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ്. ഇത് അതിൻ്റെ മത്തായി 2:19 വാക്യം. ഈ വാക്യം നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു നല്ലൊരു ഭർത്താവിൻ്റെ ഗുണം അവിടെ കാണുന്നുണ്ട്. ഭർത്താവായില്ല, നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, മോതിരമാറ്റം കഴിഞ്ഞതേ ഉള്ളൂ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നാൽ പോലും അവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും. നീ അറിഞ്ഞാടേ, ഞാൻ കല്യാണം നിശ്ചയിച്ച് ഒക്കെ ആയ പെൺകൊച്ചേ, ഞാൻ നാളെ ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ അറിയുന്ന അവൾ ഗർഭിണിയെന്ന്. എന്ത് ചെയ്യാൻ പറ്റണ്ടേ? നീ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ലൈവ് ഇടാം. യൂട്യൂബ് ഉണ്ടോ? നമുക്ക് യൂട്യൂബിൽ ഒരു ടുഗദർ ഒരു ലൈവ് ഇട്ടാലോ നമുക്ക് രണ്ടുപേർക്കായിട്ട്. ഇങ്ങനെയൊന്നും ജോസഫ് ചെയ്തില്ല. എന്ത് ചെയ്തെന്നറിയാമോ? അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ട്, ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി നീതിമാൻ, രണ്ടാമത് കല്യാണം പോലും കഴിയാത്ത ആ പെൺകൊച്ചിന് ലോകത്തിൻ്റെ അപവാദം. ഇന്ന് ചിലതൊക്കെ ഇവിടെ നിന്ന് ഉച്ചയെടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പകരുക, പലരുമുണ്ട്. അടുക്കള പണ്ടൊക്കെയാണ് കൂടുതൽ, ഇന്ന് പിന്നെ വാട്സപ്പും ബാക്കിയുള്ളതുകൊണ്ട് ഇൻ്റർനെറ്റ് വഴിയാണല്ലോ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കിട്ടും. പിന്നെ അവിടെ നിന്ന് ഷെയർ ചെയ്ത് അങ്ങനെ അങ്ങ് പോയിക്കൊള്ളും. അതുപോട്ടെ. പക്ഷേ ഇവിടെ പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പും കാര്യങ്ങൾ വരുമ്പോൾ മാമി അല്ലെങ്കിൽ പിന്നെ കൊച്ചമ്മ കടയിൽ പോകുമ്പോൾ, നീ അറിഞ്ഞാ ഇന്നടത്ത് ഇന്ന പെൺകൊച്ച് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അവിടെ ഗർഭിണിയാണെന്ന്. അങ്ങനെ പറഞ്ഞ് വരുത്തും. നല്ല കാര്യങ്ങളും പറയും. ഇന്നലെ അവിടുത്തെ ശാരദാമ്മയുടെ മരുമകൾ പ്രസവിച്ച് ആൺകൊച്ച് ഇന്ന ദിവസം നൂലുകെട്ട്. ദൈവമൊക്കെ നൂലുകെട്ട കാര്യങ്ങളൊന്നുമില്ല. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്ത് തന്നെയാവട്ടെ, ജാതീയമായ നിലവാരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യം അപ്പുറത്ത് പറയുക, മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് 5 പേരോട് പറയുക, തിരിച്ചു വരുന്ന വഴിക്ക് 5 പേരോട് പറയുക, പറ്റുകയാണെങ്കിൽ അവിടെ മീൻ വാങ്ങിക്കുമ്പോൾ മീൻകാരോട് വേണമെങ്കിൽ പറയാം. മീൻകാർ വന്ന് നിൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കും ഇഞ്ഞാൽ വന്ന് ഇങ്ങനെ പറഞ്ഞതെന്ന്. ശരി തന്നെ, അത് വിശ്വസിക്കാൻ കൊള്ളാമോ? ഇങ്ങനെ എവിടെയാണ് പറഞ്ഞത്, അവൾ നുണച്ചിയാണ് എന്നുള്ള നിലവാരത്തിലുള്ള സംസാരങ്ങൾ. പക്ഷേ ഇവിടെ യോസഫ് എന്ത് ചെയ്തില്ല? അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇന്ന് ലിവിങ് ടുഗദർ, അത് ഇത് അങ്ങനെ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് ജീവിച്ച് നോക്കാം, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും പലരും ഡൈവേഴ്സ് 6 മാസം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഡൈവേഴ്സ്, വിവാഹം കഴിഞ്ഞിട്ട്
ശുശ്രൂഷയ്ക്ക് പാസ്റ്ററായിരിക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ എന്ത് ചെയ്യുന്നു? എനിക്ക് ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും അവിടെ എവിടെയും ചെന്ന് നടന്ന് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് മനസ്സില്ല. അതിനേക്കാൾ നല്ലത് ഡൈവേഴ്സ് ചെയ്യുന്നതാണ്. ഞാൻ ഓക്കെയാണ്, ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ ഓക്കെയാണ്. ഡൈവേഴ്സ് വാങ്ങി പൊയ്ക്കോ, അവിടെ ചെന്ന് നീ ശുശ്രൂഷ ചെയ്യുക, എന്ത് വേണം നീ ആയിക്കോ. പക്ഷേ എനിക്കതിനുള്ള താല്പര്യമില്ല, എനിക്കിവിടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ പറയാണ്, ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. അങ്ങനെ നിനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ ആർക്ക്? അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ആർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി? ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസഫെ, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ മടിക്കണ്ട. ഇതിലൊരു കാര്യം കൂടി പറയട്ടെ. നീ വിവാഹ നിശ്ചയം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞോന്നില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ നീ വേറൊരുത്തെ നോക്കേണ്ട കാര്യമില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയെക്കുറിച്ച് നിൻ്റെ ഭാര്യ എന്നാണ് ദൈവത്തിൻ്റെ ദൂതൻ പോലും ഇവിടെ പറയുന്നത്. യോസഫ് പറയുന്നുണ്ട്, എന്താണ്? അവളുടെ ഭർത്താവായ ജോസഫ്, ആരുടെ? മറിയുടെ ഭർത്താവായ ജോസഫ് എന്നാണ് ഇവിടെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ നിനക്ക് വേറൊരു അന്യ സ്ത്രീയുടെയോ അല്ലെങ്കിൽ അന്യ പുരുഷൻ്റെയോ പിന്നാലെ പോകാനായിട്ടൊരു വ്യവസ്ഥ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ നിന്ന് വേറൊരു മർമ്മം കൂടി പറയാം. സ്വർഗസ്ഥനായ പിതാവുമായി വിവാഹ നിശ്ചയം നടന്ന നാം ഓരോരുത്തരും, ദൈവ പൈതങ്ങളാവുന്ന നാം ഓരോരുത്തരും, യേശുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിച്ച നാം ഓരോരുത്തരും ലോകത്തിൻ്റെതായ വഴിയിൽ കടന്നു പോകാൻ പാടില്ല എന്നുള്ള കാര്യം ഞാനും നിങ്ങളും വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മണവാളൻ മധ്യാകാശത്തിൽ ദൂതന്മാരുമായി വരുമ്പോൾ ആ വരവെങ്കിൽ നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് ഇടയാവും. യെസ് ഗോഡ് ജീസസ്. നിൻ്റെ ഭാര്യയായ സ്വപ്നത്തിലെ ഇവിടെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ പറയാണ്, ദാവീദിന് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. പിന്നെ ഉണരുന്ന ഭാഗം വേറൊരു പറയുന്നുണ്ട്. ദാവീദിൻ്റെ മകനായ യോസഫെ, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. പ്രിയ സഹോദര സഹോദരി, വിവാഹ ജീവിതം കഴിഞ്ഞിട്ടും 10-15 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയാണോ? പരിശുദ്ധാത്മാവിനോട് പറ. ദൈവമേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആദ്യം പിതാവിൻ്റെ പ്രവൃത്തിയുടെ കാലമായിരുന്നു. പിന്നെ 33 വർഷത്തോളം നമ്മുടെ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പൈതലായ ദൈവപുത്രനായ കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് നമ്മുടെ പാപങ്ങൾക്ക് മറുപടിയായി അവസാനത്തുള്ളി രക്തം വരെയേക്കാൾ വിലയിൽ ഊറ്റിത്തന്ന ആ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ സമയമായിരുന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സമയം. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, എന്താ പറയുന്നത്? ഞാൻ കാര്യസ്ഥനയക്കാം. കാര്യസ്ഥനാരാ? നീ സ്ഥലത്തില്ലാത്തപ്പോൾ അല്ല, നീ ഉള്ളപ്പോൾ തന്നെ നിൻ്റെ കാര്യങ്ങൾ നിനക്ക് പകരമായി കാര്യാദികൾ ചെയ്യാൻ, തോട്ടം നോക്കാൻ, വണ്ടി നോക്കുവാൻ, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുവാൻ, നിൻ്റെ അഭാവത്തിലും കാര്യങ്ങൾ നോക്കുവാൻ, വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുവാനല്ല, ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടുവാൻ. എന്നാൽ മനുഷ്യൻ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടാൻ നോക്കുമ്പോൾ ഇടപെടേണ്ട കാര്യങ്ങൾ മാത്രം സ്വാതന്ത്ര്യം കൊടുത്ത് കാര്യസ്ഥനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയ ശേഷം നല്ലവനായ കാര്യസ്ഥനെ നിൻ്റെ കുടുംബജീവിതത്തിൽ മക്കളില്ലയോ? കർത്താവേ, ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങളുടെ ബലഹീനത, ഞങ്ങളുടെ രോഗം, ഇത് മാറ്റുവാൻ അങ്ങേക്ക് കഴിയും, അങ്ങാണ് ഞങ്ങളുടെ സൃഷ്ടിതാവ് എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും. കുഞ്ഞുങ്ങൾ ലഭിക്കത്തില്ല എന്ന് മലടിയെന്ന് വിധി എഴുതിയ സ്ഥാനങ്ങളിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് പറയുക. 10-15 വർഷമായി അല്ല, നാളുകളായി മക്കളില്ലാതെ ഭാരപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ
എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് അയൽക്കാരും ബന്ധുക്കളൊക്കെ ചോദിച്ച് പുറത്തു വഴി ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ മാനസിക പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദൈവത്തോട് പറ, ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നു പോകുന്നു. ഇങ്ങനൊരു ദൈവ പൈതൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം വാസ്തവമായി ഇറങ്ങി ഞങ്ങളുടെ ഹൃദയത്തിൽ, അല്ല എൻ്റെ ഭാര്യ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് കൈകോർത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് അവിടെ പറഞ്ഞു നിർത്തട്ടെ. അവൾ ഒരു മകനെ പ്രസവിച്ചും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. നീ 200 തേങ്ങ കൊണ്ടുവന്ന് ഇവിടെ എറിഞ്ഞതുകൊണ്ടോ അവൻ്റെ കൂടെ എനിക്ക് വൈരാഗ്യമാണ്. മോനെ, നീ വന്ന 200 തേങ്ങ ഒന്ന് പൊതിച്ചു താ, ഞാൻ കൊണ്ടുവന്ന് അവൻ്റെ നെഞ്ചത്ത് എറിയേണ്ടതിന് പകരം ഇഞ്ഞടുത്ത് കൊണ്ടുവന്ന് എറിയട്ടെ. ദൈവത്തോട് പറ, ജീവനുള്ള ദൈവത്തോട് പറ, ദൈവമേ, എനിക്കെതിരെ നിന്നു. അങ്ങ് ജീവനുള്ള ദൈവം, അങ്ങൻ്റെ കാര്യസ്ഥൻ, എനിക്ക് കാര്യം സാധിച്ചു തരയണമേ. അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല ജീവനുള്ള ദൈവം, നീതിമാനായ ദൈവം, നീതിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവം. നിൻ്റെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ നിന്നോട് കൂടെ ഉണ്ടാവും. ഇമ്മാനുവേൽ. അവർ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകന്. ഇത് കേൾക്കുന്ന വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ, വാസ്തവമായി ഞാൻ പറയട്ടെ, ഇന്ന് കന്യകത്വത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ, ആ വില പറഞ്ഞു തരാൻ മാതാവിന് മനസ്സില്ലാതെ, മാതാവ് ആ ഒരു അനുഭവത്തിൽ കഴിയാതെ, കന്യകത്വത്തിനൊരു വിലയില്ലാതെ മുന്നോട്ട് പോകുന്ന സമൂഹത്തിൻ്റെ മധ്യ നാം ജീവിക്കുമ്പോൾ നിനക്കായി ഒരു വരനുണ്ട്. ആ വരൻ എത്തുന്നത് വരെയും, ആ വിവാഹം എത്തുന്നത് വരെയും ആ കന്യകത്വം കളയാതെ സൂക്ഷിക്കേണ്ടത് പ്രിയ യുവതിയെ, പ്രിയ കുഞ്ഞ്, നിൻ്റെ കർത്തവ്യമാണ്. അയൽവക്കക്കാരനാവട്ടെ, സഹോദരനാവട്ടെ, അപ്പനാവട്ടെ, മറ്റൊരു വ്യക്തിയാവട്ടെ, ലോകത്തിൽ കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പനാവട്ടെ, സഹോദരനാവട്ടെ, അയൽവക്കക്കാരനാവട്ടെ, വേണ്ടാത്ത നിലവാരത്തിൽ ഒരു സ്പർശനമോ മറ്റനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ദൈവം യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരമാവുന്നു. ദൈവീയ പരിജ്ഞാനം നിനക്ക് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ ആ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഞോ പറയേണ്ട സ്ഥാനങ്ങളിൽ ഞോ പറഞ്ഞ് പിന്തിരിഞ്ഞു പോകണമെന്ന് അപേക്ഷിക്കുന്നു. യെസ്, നിൻ്റെ വരൻ ഈ ലോകത്തിൽ നിനക്കൊരു വരനുണ്ടാവും. ആ ക്രിസ്തുവാവുന്ന മണവാളൻ വരും ലോകത്തിലും ആ മണവാളനുണ്ട്. ഈ ലോകത്തിലെ വരനായും വരും ലോകത്തിലെ വരനായ ആ മണവാളന് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ ഇടയാകട്ടെ. യെസ്, നീ ഒരു ആണാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും ആര് തന്നെയാവട്ടെ, നമുക്കെല്ലാവർക്കും ഒരു മണവാളനായി ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതുണ്ട്. നാം മരിച്ചു കഴിഞ്ഞാലും ജീവനോട് ശേഷിച്ചാലും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അല്ല, കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ പരിശുദ്ധിയോടെ, വിശുദ്ധിയോടെ, നിനക്ക് ദൈവം തന്നിട്ടുള്ള ഗ്ലാമർ, നിനക്ക് അല്പം പുഴുക്കടിയുണ്ടെങ്കിൽ ആ ഭാഗം നീ പുറമേ കാണിച്ചുകൊണ്ട് നടക്കുമോ? ഈ കൈയുടെ ഈ ഭാഗത്ത് ഒരു പുഴുക്കടി ഉണ്ടെന്നിരിക്കട്ടെ, ഫുൾ സ്ലീവ് ഡ്രസ്സല്ലേ നീ ഇടാൻ ആഗ്രഹിക്കത്തുള്ളൂ. ഈ ഭാഗത്തൊന്നും ഇതില്ലാത്തതുകൊണ്ടല്ലേ പണ്ട് അമ്മമ്മമാരിടും പോലത്തെ ട്രമുക്ക, അന്നൊന്നും അവർക്ക് മാറുമടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു, ഡ്രസ്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ ചെയ്തു. ഇന്നത്തെ കാലത്ത് നിനക്കെല്ലാം ഉണ്ട്. ഓരോ ദിവസവും ഓരോന്നിട്ടാലും മാസങ്ങൾ ഇടാനുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ പോലും നീ എന്ത് ചെയ്യുന്നു? ഏറ്റവും ഗ്ലാമർ കാണിപ്പിക്കാൻ പറ്റുന്നതും ലോലവും കണ്ണാടി പോലെയുമായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നു. ഞാൻ ലൈവിൽ എങ്ങനെ പറഞ്ഞതുപോലെ, എന്താണ്, കണ്ണാടിക്കൂട്ടിൽ വച്ചിരിക്കുന്ന
ഉഴുന്നുവടയും ഉള്ളിയുടെയും പഴംപൊരിയും പോലെ ശരീരാവയവങ്ങൾ കാണിച്ച് നടക്കുവാനുള്ളതല്ല. ഈ ലോകത്തിലും വരും ലോകത്തിലും നിനക്കൊരു മണവാളൻ ഉണ്ട് എന്നും മറക്കണ്ട. യെസ്, ആ ഭാഗം ഞാൻ അവിടെ വിടട്ടെ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അടുത്ത് യോസഫ് ഉറങ്ങിക്കിടന്നപ്പോൾ സ്വപ്നത്തിലാണ് ഈ ദൂതൻ സംസാരിക്കുന്നത്. അടുത്ത് യോസഫ് ഉറക്കം ഉണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. ഭാര്യയെ സ്നേഹത്തോടെ എന്ത് ചെയ്യുന്നു? ഭാര്യയെ അംഗീകരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ വ്യക്തിയെ ഭാര്യയെ അംഗീകരിച്ച് വിവാഹം കഴിച്ചു എന്നായിരിക്കാം അവിടെ അർത്ഥമാക്കുന്നത്. ഭാര്യയെ ചേർത്തുകൊണ്ട് യോസഫ് ഉറക്കം ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേരിട്ടു. വേറൊരു വ്യക്തി, അത് ദൈവമാവട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവട്ടെ, അങ്ങനെ ഒരു വ്യക്തിയിൽ ഉൽപ്പാദിതമായ ഒരു കുഞ്ഞ് ഉദരത്തിൽ വഹിക്കുന്ന സ്വന്തം ഭാര്യയെ ആ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ എന്ത് ചെയ്തില്ല? അവൻ അവളെ പരിഗ്രഹിച്ചില്ല. നമ്മുടെ കുടുംബജീവിതത്തിലാവട്ടെ, ആത്മീയ ജീവിതത്തിലാവട്ടെ, ചിലതൊക്കെ ചില സമയത്ത് അല്ല, ചിലതൊക്കെ പൂർണ്ണമായും വേണ്ട എന്ന് വയ്ക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തും എങ്ങനെയും എപ്പോഴും ആകാം എന്ന ചിന്തയിലല്ല മുന്നോട്ട് പോകേണ്ടത്. ഇത് എനിക്ക് യോജിച്ചതല്ല, എനിക്ക് വേണ്ട. കുടുംബജീവിതത്തിലാവട്ടെ, പുറമേയുള്ള ജീവിതത്തിലാവട്ടെ, മക്കളോടുള്ള ജീവിതത്തിലാവട്ടെ, അമ്മയപ്പന്മാരോടുള്ള ജീവിതത്തിലാവട്ടെ, ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടത്, ചിലതൊക്കെ കളയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആ അപ്പനോട്, അമ്മയോടോ അപ്പനോടോ ഭാര്യയോടോ മക്കളോടോ ആരോട് തന്നെയാവട്ടെ ഒരു ഗ്ലാസ് വെള്ളം ചിലപ്പോൾ ചോദിച്ചാൽ ലഭിക്കത്തില്ല. യെസ്, ഒരു കാര്യം പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിളി കേൾക്കണമെന്നില്ല, ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും സ്വർഗീയ പിതാവിനോട്, ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിന് മുൻപ് കണ്ട ദൈവം, അമ്മയുടെ ഉദരത്തിൽ നിർമ്മിച്ച ദൈവം, എന്നെയും നിങ്ങളെയും നിർമ്മിച്ച ദൈവം, ആ ദൈവത്തെ തിരിച്ചറിയുക. ആ ദൈവം ഏത് സമയത്ത് ഏത് കാര്യവും സംസാരിപ്പാൻ, അന്നെൻ്റോട് ചേർന്ന് നിന്ന് സംസാരിപ്പാൻ കാത്തിരിക്കുന്നു. എന്നോട് എൻ്റെ മകൻ എപ്പോഴാണ് സംസാരിക്കാൻ വരുന്നത്? എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് മകൻ വന്ന്, പപ്പ ഞാനിന്ന് സ്കൂളിൽ പോയപ്പോൾ ഇന്ന കുട്ടി ഇന്ന ഫുഡ് കൊണ്ടുവന്നു, ഇന്ന കുട്ടി ഇന്ന കാര്യം ഇന്ന അധ്യാപകൻ ചോദിച്ചപ്പോൾ പഠിച്ചില്ല, പറഞ്ഞില്ല, അവൻ ഇമ്പോസിഷൻ എഴുതിയിട്ട് വരാൻ പറഞ്ഞു, അല്ല ഇന്ന സാർ പപ്പയെ അന്വേഷിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ നാം എന്നും ഒരേ സമയം യഥാസമയം ആ കർത്താവുമായി, സ്വർഗീയ പിതാവുമായി സമ്പർക്കം പുലർത്തുവാൻ തയ്യാറാവുന്നെങ്കിൽ, ആ ദൈവവുമായുള്ള അഭേദ്യബന്ധത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട്, മോൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ യേശോപ്പ, എൻ്റെ അയൽവാസി അല്ലെങ്കിൽ എൻ്റെ ബന്ധു ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, മകളുടെ വിവാഹകാര്യം പറഞ്ഞിരിക്കുകയാണ്, ഒന്ന് റെക്കമെൻഡ് ചെയ്യുവാൻ. മറ്റവരുടെ വിഷയം അവർ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അവരവരുടെ കാര്യം അവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ട് ഒരു ദൈവസന്നിധിയിൽ വീണ്ടും പറയട്ടെ, ആവർത്തിച്ച് പറയട്ടെ, ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട.
അത് പണ്ടാണ് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കർത്താവിൻ്റെ വരവിന് മുൻപ് ആ തിരശ്ശീല രണ്ടായിട്ട് കീറിയ ആ നാൾ മുതൽ അപ്പനുമായി സ്വർഗീയ പിതാവുമായി നേരിട്ട് ബന്ധമുണ്ട്. നമുക്ക് ജന്മം നൽകിയ അപ്പനുമായിട്ട് സംസാരിക്കേണ്ടത് വേറൊരു PAയുടെയോ അല്ലെങ്കിൽ വേറൊരു അഡീഷണൽ സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. അപ്പനുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ചില അപ്പന്മാർ അല്പം ദേഷ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അമ്മ മുഖേനയൊക്കെ പറയാറുണ്ട്. എന്നാൽ പോലും യഥാർത്ഥ ബന്ധം ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പനുമായിട്ടുള്ള യഥാർത്ഥ ബന്ധമുള്ള ഒരു മകനാണോ നീ? എല്ലാ ദിവസവും നീ അപ്പനുമായിട്ട് സംസാരിക്കാൻ സമയം വേർതിരിക്കുന്നുണ്ടോ? അമ്മയോടോ, കന്യക അമ്മയോടോ, മറ്റൊരമ്മയോടോ ആശ്രയിക്കേണ്ട കാര്യമില്ല. അപ്പൻ ചെവി ചാച്ചിരിക്കുകയാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ എപ്പോൾ എന്നോട് സംസാരിക്കാനായിട്ട് കടന്നു വരും. ഉറങ്ങാത്തവനായ മയങ്ങാത്തവനായ കർത്താവ്, ആ കർത്താവിനോട് നീ കണ്ണുനീരൊഴുക്കേണ്ട സ്ഥാനത്ത് കണ്ണുനീരൊഴുക്കി കഴിഞ്ഞാൽ മറ്റൊരു ഓഫീസിലോ മറ്റൊരു സ്ഥാനത്തോ കണ്ണുനീര് ഒഴിക്കേണ്ട കാര്യമില്ല. നീ കള്ളക്കണ്ണീരൊഴുക്കുന്ന വ്യക്തിയാണോ? കള്ളക്കണ്ണീര് മാറ്റിയിട്ട് സ്വർഗീയ ഭണ്ഡാരത്തിൽ ആ ഒരു ഭരണിയിൽ നിൻ്റെ കണ്ണീരെല്ലാം തുരുത്തിയിലാക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീര് പകരുവാൻ മനസ്സുണ്ടോ? സ്വർഗം നിന്നെ കാത്തിരിക്കുന്നു. അപ്പാ എന്നുള്ള വിളി കേട്ട് കേൾക്കാൻ ഹൃദയമാവുന്ന വാതിൽ എപ്പോൾ തുറന്നു തരും. നീ തുറക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കയറുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന അപ്പന് വേണ്ടി ഹൃദയമാവുന്ന വാതിലൊന്ന് തുറന്നു കൊടുക്കാമോ? വേറൊന്നും ചെയ്യണ്ട. യേശുവേ, എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും കാൽവരിയിൽ ഊറ്റിത്തന്ന അങ്ങയെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി വാക്കൊണ്ട് ഏറ്റുപറയുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അതെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അന്നു മുതൽ നിങ്ങൾ കർത്തൃത്വം നടത്തുന്നത് നീയല്ല. ആരാണ്? സർവശക്തനായ ദൈവമാണ്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധിയിൽ പിശാച് ചില വിടവുകളിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ അവനിരിക്കാൻ സ്ഥലം കൊടുക്കുക, ഇടം കൊടുക്കാതെ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 2 പിള്ളേരിയ്ക്കുന്നതിനിടയ്ക്ക് 3ാമതൊരു വ്യക്തി വന്നിരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ ഇടം കൊടുക്കാതെ അടുത്തിരുന്ന് ഞെരുക്കി തള്ളിയിടുന്നത് പോലെ പിശാചിന് ഇടം കൊടുക്കുക. നീയും നിൻ്റെ ദൈവവുമായ ബന്ധത്തിനിടയിൽ സ്വർഗസ്ഥനായ ദൈവം, യേശുക്രിസ്തുവായിട്ടുള്ള ദൈവം, ആ ബന്ധത്തിനിടയിൽ 3ാമതൊരു വ്യക്തിക്ക് ഇടം കൊടുക്കണ്ട. കന്യാമറിയാവട്ടെ, സ്വന്തം അമ്മയാവട്ടെ, പാസ്റ്ററാവട്ടെ, വേറൊരു വ്യക്തിക്ക് ഇടം കൊടുക്കണ്ട. നീ ദൈവമായിട്ടൊരു ബന്ധം വേണം. ഇനി നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൂട്ടായ്മ, മറ്റുള്ളവരെ കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന. പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിച്ചു. യെസ്, കാൽവരിനാഥൻ്റെ സന്നിധിയിൽ ഇന്ന് ലോകം എന്തു ചെയ്യുന്നു? ജാതി മത വർണ്ണ വ്യത്യാസം കൂടാതെ ക്രിസ്മസ്, എൻ്റെ അപ്പൂപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയത്തില്ല, പോട്ട്, അപ്പൻ്റെ അപ്പൂപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാമെന്നിരിക്കട്ടെ, എനിക്കറിയത്തില്ല. സ്വന്തം അപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല. അപ്പം മരിച്ചിട്ട് തന്നെ 2004 മരിച്ചതാണ്. എൻ്റെ അപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പം മരിക്കുന്നതിന് മുമ്പ് അപ്പനെ എന്നെ അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുള്ള ഡേറ്റ് എനിക്കറിയത്തുള്ളൂ. അത് വൃശ്ചികം 4 എന്ന് പറഞ്ഞ് മലയാളം പറഞ്ഞ് പഠിപ്പിച്ച് വൃശ്ചികം 4 എന്നറിയാമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു പോലീസുകാരൻ കോണ്ടാക്ട് ചെയ്ത് ഈ വൃശ്ചികം 4 എന്ന് പറയുന്ന എത്രയോ 1979 വർഷം, 1979 വർഷം വൃശ്ചികം 4 എന്നുള്ളത് ഇംഗ്ലീഷിൽ ഏത് ഡേറ്റ് വരുമെന്ന് ആ പോലീസുകാരൻ ഏത് മലയാളം ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് തരും. അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ വാങ്ങിച്ച് അദ്ദേഹത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞുള്ള ഇംഗ്ലീഷ് ഡേറ്റാണ് എനിക്കറിയാനുള്ളത്. 1-2 വർഷമായതേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല. അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പൂൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല. അവരുടെ അപ്പൻ മുത്തച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല. അപ്പോൾ
യേശുവപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആർക്കറിയാൻ പറ്റും? 2000 വർഷം മുമ്പ് ജനിച്ച യേശുവപ്പൻ്റെ, 2026 വർഷം മുമ്പ് ജനിച്ച യേശുവപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആരോ എഴുതി വെച്ച ഏതോ ഒരു ഡേറ്റ് പറഞ്ഞ് ആ ഡേറ്റിന് ക്രിസ്മസ് എന്ന് പറഞ്ഞ് അവൻ പോകുന്നു, അവൻ കോവളം കടപ്പുറത്ത് പോകുന്നു, ഞാനും പോകുന്നു. അവൻ ശംഖുമുഖം കടപ്പുറത്ത് പോകുന്നു, ഞാനും പോകുന്നു. മറ്റൊരു വ്യക്തി പോകുന്ന വഴിയെ നമ്മളും പോകുന്നു. ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞ് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാടെങ്ങും ജാതി മത ഭേദം കൂടാതെ ആഘോഷിച്ചോട്ട്, കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഈ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? കുഞ്ഞെ, സഹോദര സഹോദരി, മാതാപിതാക്കളെ, നാം ക്രിസ്മസ് ആഘോഷിച്ചില്ലെന്ന് പറഞ്ഞ ഒരു കുഴപ്പവുമില്ല. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇല്ലാതെ ക്രിസ്മസിന് വേണ്ടി ഒരു കുടുംബം 1 കോടി മുടക്കിയാലും ആർഭാടകരമായി ആൾട്രേഷൻ ചെയ്യുകയോ പുൽക്കൂട് കെട്ടിയോ ഇനി ആടിനും മാടിനും കുതിരയ്ക്കും ഒട്ടകത്തിനും പോലെ ഒറിജിനൽ കുതിര വെച്ച് ഉണ്ടാക്കിയാലോ എന്തൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചാലും ഭടന്മാർക്ക് പകരം ഒറിജിനൽ ഭടന്മാർ വെച്ച് പുൽക്കൂട് റെഡിയാക്കിയാലോ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ആ സ്വർഗസ്ഥനായ പിതാവിന്, ആ സ്വർഗീയ പിതാവിൻ്റെ വാത്സല്യപുത്രൻ ആ ക്രിസ്തേശുവിന് ഇടം കൊടുത്തില്ല എങ്കിൽ, ആ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്നോർത്തണം. ചാവാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യനരകത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഇവിടെയും കഷ്ടപ്പെട്ട് വേദനപ്പെട്ട് രോഗങ്ങളാലും ബുദ്ധിമുട്ടാലും ആക്സിഡൻ്റ് ആയാലും നടന്നിട്ട് മരണശേഷവും എന്തിന് വേദന അഗ്നികുണ്ഡത്തിൽ വീഴുന്നു? ഇവിടെ അല്പം കഷ്ടം സഹിക്കേണ്ടതിന് ആ നിത്യ യുഗായുഗം അപ്രിയനോടുകൂടി വാഴേണ്ടതിന് നമുക്കേവർക്കും ഒരുങ്ങാം. യെസ്, അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും ഗൈഡൻസ് തരട്ടെ. ഇതുവരെ ആ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോഴെങ്കിലും, ദൈവമേ, ഞാൻ ഇന്നടത്ത് പോയി ഇന്ന നേർച്ച ചെയ്തു, ഇന്നടത്ത് പോയി ഇന്ന നേർച്ച ചെയ്തു, ഒന്നിലും ഒരു രക്ഷയുമില്ല. ഇവിടെ നിന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ തലച്ചുമടായി കൊണ്ടുപോകുന്ന ആ ദൈവത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ സേവിച്ചത്. ജീവനുള്ള ദൈവത്തെ ഞാൻ അറിഞ്ഞില്ല. ദൈവമേ, അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങയുടെ മകനായി എന്നെ ഏറ്റ് അങ്ങ് ഓരോ നിമിഷവും എനിക്ക് ഗൈഡൻസ് തരണമെന്ന് പറയുവാൻ മനസ്സുണ്ടോ? പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. നീ BSNL സിമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ BSNL നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ ഉള്ളതുപോലെ, ജിയോ സിമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജിയോ നെറ്റ്വർക്കായിട്ട് കണക്ഷൻ ഉള്ളതുപോലെ, നീ പിശാചിൻ്റെ സന്തതിയായി പിശാചിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ പിശാചുമായിട്ടേ കണക്ഷൻ കാണത്തുള്ളൂ. ദൈവമാവുന്ന സിമ്മ്, ക്രിസ്തുവാവുന്ന സിമ്മ്, ക്രിസ്തുവാവുന്ന ആ ആത്മാവിനെ, ആ ക്രിസ്തുവിൻ്റെ ആത്മാവാവുന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ വഹിക്കാൻ നീ തയ്യാറായാൽ ആ ദൈവമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകും. ആ ദൈവം നിന്നെ നീതിപാതകളെ നടത്തുന്ന ദൈവമാണ്. യഹോവ എനിക്ക് ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാൾ വരെയും നീ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇന്ന് നീ ഏതവസ്ഥയിൽ കടന്നു പോകുന്നു. മറ്റുള്ളവർ വിധി എഴുതിക്കോട്ടെ, അവൻ നന്നാവത്തില്ല. മാതാപിതാക്കൾ വിധി എഴുതിക്കോട്ടെ, ലോകം നിന്നെ പകച്ചോട്ടെ. നിനക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ, എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ചങ്കിലെ ചോര വരെ ഊറ്റി തന്നതെന്നുള്ള ആ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു. ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മേവരെയും ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ദൈവ പൈതങ്ങൾ. യെസ്, നീ ദൈവ പൈതലായില്ലെങ്കിൽ ഇന്ന് ആ ഒരു തീരുമാനമെടുത്ത് ഒരു ദൈവ പൈതലായി സന്തോഷകരമായ ജീവിതം, കഷ്ടങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ആ കർത്താവ് ഹൃദയത്തിലുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയായാലും നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളൊന്നും ആ ദൈവത്തിന് വലുതല്ല.
വലിയവൻ നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ശത്രുവിനേക്കാൾ വലിയവനാണ് നമ്മളെ ഉള്ളിലിരിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനായി ഒരുങ്ങാം, ആ നിത്യയിലെത്താനായിട്ട് പ്രയത്നിക്കാം. സ്വർഗത്തിലെ വസിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലും എന്നിലും വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി സമർപ്പിച്ച്, ഇല്ല പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൂടി കടന്നുപോയി ദൈവത്തെ പുറത്താക്കിയ അനുഭവത്തിലാണോ ആയിരിക്കുന്നത്? കർത്താവെ, എന്നോട് ക്ഷമിച്ച് ഈ പകൽക്കാലം, അല്ല ഈ രാത്രിക്കാലം, ഈ സമയം എന്നോട് മനസ്സറിഞ്ഞ് എൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി വരണമേ. നീതിമാൻ വീണാലും എഴുന്നേൽക്കും. നീ വീണു പോയെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നിനക്ക് രക്ഷയില്ല, പാപത്തിൻ്റെ ആഴത്തിൽ വീണു പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? കർത്താവിന് ഒരു നിമിഷം മതി. തൻ്റെ ചങ്കിലെ ചോരയാൽ നമ്മെ വീണ്ടെടുത്ത കർത്താവിന് ഒരു നിമിഷം മതി താങ്കളെയും വീണ്ടെടുക്കാൻ. ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ദൈവിക വചനങ്ങൾ വായിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവത്തോട് അടുത്തിടപെടുവാനും ആ നെഞ്ചോട് മാറോട് ചേർന്നിരിപ്പാൻ മനസ്സ് വെച്ചാൽ സ്വർഗം സന്തോഷിക്കുകയും സ്വർഗീയ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് നല്ല ഗൈഡൻസ് എന്ന് മുന്നോട്ട് നയിപ്പാനിടയാകും. അതിനായി സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.